തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവാവ് മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. നിംസ് കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി വന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം മുക്കോല ഭാഗത്ത് വെച്ചാണ് യുവാവിന്റെ തലയിലേക്ക് കരിങ്കല്ല് പതിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് കരിങ്കല്ല് ഈ സമീപത്ത് കൂടി ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് പതിച്ചത്. ഇതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുക്കോല സ്വദേശി അനന്തുവിനെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അനന്തുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാനിരിക്കെയായിരുന്നു ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തടക്കം നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ അനധികൃതമായാണ് ഈ പാറ ഈ ലോറിയിൽ കയറ്റി വന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ, അതായത് ഓവർലോഡ് ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. ഇതിനെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖ കവാടം ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസും അദാനി അധികൃതരും എത്തി ചർച്ച നടത്തിയായിരുന്നു നേരത്തെ ആ ഒരു പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇനി കൂടുതൽ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ നിംസ് ആശുപത്രിയിലാണ് അനന്തുവിന്റെ മൃതദേഹം ഉള്ളത്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിംസ് ആശുപത്രിയിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ് അനന്തു. മുക്കോലയ്ക്ക് സ്വദേശിയാണ്. കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം അനന്തുവിന് ഉണ്ടാകുന്നത്. റീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇടവേള.